ജില്ലയ്ക്ക് വേണ്ടിയൊക്കെ മുഖ്യമന്ത്രി ആ രീതിയിൽ ലോബിംഗ് ഒക്കെ നടക്കും. കേരളത്തിന് വേണ്ടി മുഖ്യമന്ത്രി തീർച്ചയായിട്ടും അപ്പൊ ഈ ജില്ലയ്ക്ക് വേണ്ടി രീതിയിലൊക്കെ ഒരു പ്രതികരണം വരുന്നത് ഞാൻ അതിന്റെ ആ പ്രതികരണം നടത്തിയ ബഹുമാനായ ഷിയാസ് തന്നെ പിന്നീട് മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞു, ആ ഉപദേശത്തിൽ പറഞ്ഞതല്ല അദ്ദേഹം തന്നെ അത് ഞാൻ അങ്ങനെ അർത്ഥത്തിൽ പറഞ്ഞതാണ്. ആ ചാപ്റ്റർ അവിടെ അവസാനിച്ചു. നമ്മളൊരു കാര്യം വീണ്ടും വീണ്ടും കോൺട്രവേഴ്ഷ്യലാക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. ഞാനിപ്പോ ഇത് പറയുന്നത് ഒരു പൊതു തത്വമാണ് പറയുന്നത്. കാര്യം കുറെ ഇതിൻ്റെ അകത്ത് പാർട്ടി ചർച്ച ചെയ്യാത്തൊരു കാര്യം ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പറയുന്നു. കോൺഗ്രസ് നേതൃത്വം, സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്തിട്ടില്ല. ഒരു ജില്ലാ നേതൃത്വവും മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നതിനെ ചർച്ച ചെയ്തിട്ടില്ല. UDF നേതൃത്വ തലത്തിൽ ഒരു ചർച്ച നടന്നിട്ടില്ല. കോൺഗ്രസ് ദേശീയ നേതൃത്വം ചർച്ച ചെയ്യേണ്ട സമയമായിട്ടില്ല. പിന്നെ ആരെ ഈ ചർച്ചയ്ക്ക് ഇങ്ങനെ വേറൊരു പാർട്ടിയിലും കാണുന്നില്ല. മുഖ്യമന്ത്രി പ്രൊജക്ട് ചെയ്തിട്ടില്ല. അന്ന് തന്നെ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു, ഞങ്ങൾ മുഖ്യമന്ത്രിയെ പ്രൊജക്ട് ചെയ്യുന്നില്ല, തെരഞ്ഞെടുപ്പിന് ശേഷം ആലോചിക്കുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ആലോചിക്കും എന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞാൽ അതുവരെ കാത്തിരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണല്ലോ കോൺഗ്രസ്സുകാർ. അപ്പൊ ഇപ്പൊ ഇവിടെ നടത്തുന്നവർ അതാ പറഞ്ഞു, ഒരു കോൺഗ്രസ് നേതാവിന്റെ പിന്തുണ ഇല്ലാത്തില്ല. ചില ആളുകളെ ആക്കാമെന്ന് പറയുന്ന ഒരു മുതിർന്ന നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും ആരും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പിന്നെ ഇത് ഞാൻ പറയുന്നത് പുതിയ പ്രവണതയാണത്. രാഷ്ട്രീയ പ്രവർത്തനത്തെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ കുറെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്സ് ഇറങ്ങിയാൽ അതിന് അനുവദിക്കാൻ പാടില്ല. നേതാക്കന്മാർക്ക് അറിവില്ല. ഞാൻ അതിലേക്ക് ഉത്തരവാദിത്വം പറയുന്നു, ഒരു നേതാവിന്റെയും അറിവോടുകൂടിയാണ് നടത്തുന്നത്. പക്ഷെ ഇത് വല്ലാത്തൊരു പ്രവണതയാണ്. ഇത് സോഷ്യൽ കുറെ ആളുകൾ തെരഞ്ഞെടുപ്പിന് ഒരു ഉത്തരവാദിത്തമില്ലാതെ, തെരഞ്ഞെടുപ്പിൽ കാര്യമായി പ്രവർത്തിക്കാത്തവർ, തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തവർ, ഇതെന്താണ് എങ്ങനെയാണ് വിജയം ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ചില ആളുകൾ വന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇത് ഹൈജാക്ക് ചെയ്യാൻ വരുന്നത് അത് പ്രവണത രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ശൈലിക്ക് യോജിച്ചതല്ല. അത് അവസാനിപ്പിക്കണം. CPM പോലെയല്ല, കുറച്ചുകൂടി സജീവമായിട്ട് ഇത്തരം ചർച്ചകൾ വരുന്ന ഒരു ഇടമാണ് കോൺഗ്രസ്. പക്ഷെ അതൊരു അൺഹെൽത്തി ആയിട്ട് പോകുന്നു തോന്നൽ എന്തുകൊണ്ടാണ്? അൺഹെൽത്തി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച എന്റെ കത്തിൽ തന്നെ ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ ഒരു വിജയം വലിയ കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടും ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടാണ് വിജയം ഉണ്ടാകുന്നത്. അപ്പുറത്ത് 10 വർഷക്കാലം ഭരിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാ അധികാര ദുർവിനിയോഗവും തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. പണം വാരിക്കോരി കൊടുത്തു. 300 കോടിയുടെ, നിങ്ങൾ തന്നെ പറഞ്ഞ പോലെ 300 കോടി രൂപയുടെ ഫ്ലെക്സ് വെച്ച് രാജ്യവ്യാപകമായി ഈ തെരഞ്ഞെടുപ്പിൽ 3ാം വട്ടം അവർ വരുമെന്ന് പറഞ്ഞു. അവരെല്ലാ രീതിയിലും ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ, ഒരു തെരഞ്ഞെടുപ്പിന്റെ ചട്ടലംഘനം നടത്തിക്കൊണ്ട് തന്നെ ഒത്തിരി പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. അതിനു വേണ്ടിയിട്ടുള്ള സാമൂഹ്യക്ഷേമ പെൻഷൻ പോലെയുള്ള പെൻഷനുകൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ കൊണ്ട് വിതരണം ചെയ്യാൻ പോകുന്നു. അപ്പുറത്ത് BJP പണം കൊണ്ട് തോട്ട് പിടിച്ചു എന്ന് മാധ്യമങ്ങൾ പോലും പറയുന്നത് എന്റെ അഭിപ്രായമല്ല. പ്രധാനമന്ത്രി രണ്ട് പ്രാവശ്യം തെരഞ്ഞെടുപ്പ് വരുന്നു. അമിത്ഷാ കേരളത്തിൽ കേന്ദ്രീകരിക്കുന്നു. കേന്ദ്രത്തിലെ എല്ലാ കേന്ദ്രമന്ത്രിമാരും നോമിനേഷൻ കൊടുക്കുന്നതിന് വേണ്ടി, നോമിനേഷൻ സമർപ്പിക്കുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥിയോടൊപ്പം കേന്ദ്രമന്ത്രിമാർ പോകുന്നു. ഇത് ഇന്നുവരെ കണ്ടിട്ടുള്ളത് കേന്ദ്രമന്ത്രി ചെയ്യാത്ത കാര്യമാണ്. അത്രമാത്രം അധികാരം പ്രയോജനപ്പെടുത്തി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്ന് BJPയും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും ശ്രമിച്ച ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിന്റെ സാധാരണക്കാരായ പ്രവർത്തകർ അച്ചടക്കത്തോടു കൂടി പ്രവർത്തിച്ച് ഈ വെല്ലുവിളികളെല്ലാം അതിജീവിച്ച് ഒരു വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വിജയിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആ വിജയത്തിന്റെ ശോഭ കടത്താൻ പാടില്ല. ആ ശോഭ കടത്തുന്ന ആരാ? ഒരു നേതാവുമല്ല, ഒരു നേതാവിന്റെ പിൻബലമില്ലാത്ത ഇത് കോൺഗ്രസ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാൻ ചില ആളുകൾ വന്നിരിക്കുക. പക്ഷെ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ 3 പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അവരെല്ലാം കോൺഗ്രസ് മുഖ്യമന്ത്രി പദത്തിലേക്ക് പല രീതിയിൽ എലിജിബിൾ ആണ്. അപ്പൊ അത്തരം ചർച്ചകൾ ഒരു തരത്തിൽ വേണ്ടതല്ലേ? അണികൾക്കിടയിൽ അത് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയമല്ല. ഞാൻ റിസൾട്ട് വരെ കാത്തിരിക്കേണ്ടവര്, റിസൾട്ട് കാത്തിരിക്കുന്നതിന് ശേഷം സ്വാഭാവികമായും MLA-മാരുടെ അഭിപ്രായം ചോദിക്കും, നേതാക്കന്മാരുടെ അഭിപ്രായം ചോദിക്കും. അപ്പൊ അഭിപ്രായം പറയും. ഇത് തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം തുടങ്ങിയിട്ടുള്ളത്. അത് ആർക്കാണ് ഗുണം ചെയ്യുന്നത്? ആർക്ക് ഗുണം ചെയ്യും? ഒരു നേതാവിന് ഗുണം ചെയ്യാൻ വേണ്ടിയുള്ള ചർച്ചയല്ല അവർ നടത്തുന്നത്. ഈ നേതാക്കന്മാരൊക്കെ അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ അപകീർത്തിപ്പെടുത്താൻ കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കന്മാരെ അപകീർത്തിപ്പെടുത്തുന്ന കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഖേദമുണ്ട്, ദുഃഖം. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അത്രയും മണ്ടത്തരം നേതാക്കന്മാർ കാണിക്കും, ഒരു നേതാവും കാണിക്കുന്നത് വിശ്വസിക്കുന്നില്ല. കാര്യം സോഷ്യൽ മീഡിയ അല്ലല്ലോ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത്. അതറിയാത്തവരാണോ കോൺഗ്രസ് നേതാക്കന്മാർ? തീരുമാനിക്കേണ്ടവരല്ലേ അവർ, തീരുമാനം എടുക്കേണ്ടവരല്ലേ അവർ.
നടക്കുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ അപകീർത്തികരമായിട്ടുള്ള രീതിയിലേക്ക് ആരാണ് അതിന്റെ ഒരു കേന്ദ്ര ആരാണ്? ഞാൻ പറഞ്ഞു അത് നിയന്ത്രിക്കാൻ സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ കോൺഗ്രസിന് ഗുണം ചെയ്യില്ല എന്ന് കോൺഗ്രസിന്റെ ഔദ്യോഗിക തലത്തിൽ അറിയപ്പെട്ടതിന് ശേഷം പിന്നെ ഇത് വന്നാൽ കോൺഗ്രസ് തന്നെ അതിനെ നേരിടണം, അതിനെ അതിജീവിക്കുന്നു. KPCC അധ്യക്ഷൻ നിശബ്ദനാണോ ഇക്കാര്യത്തിൽ? അങ്ങനെ ഇത്രയും രൂക്ഷമായി പ്രതികരിക്കുന്ന KC ജോസഫിനെ കൂടാതെ പ്രതികരിച്ച ഒരാളാണ് മുതിർന്നതാണ് KPCC അധ്യക്ഷൻ. KPCC അധ്യക്ഷന് എനിക്ക് തോന്നുന്നില്ല KPCC അധ്യക്ഷൻ ഈ പ്രവണത അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയില്ല. അദ്ദേഹം ഒരിക്കലും സണ്ണി ജോസഫിനെ പോലെയുള്ള പക്വതയുള്ള ഒരു കോൺഗ്രസ് നേതാവ് ഈ കാര്യത്തിൽ ഞങ്ങളുടെ അഭിപ്രായം തന്നെ ആയിരിക്കും. കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് 2021 UDF മന്ത്രിമാരെ വരെ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്. ഈ ഒരു പ്രവണതയൊക്കെ കണ്ടിട്ടാവാം ഒരു പക്ഷേ. ഞാൻ ചോദിക്കുന്നത് അതൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഇവിടെ പറയിപ്പിക്കരുത്. കാര്യം പറഞ്ഞെങ്കിൽ കഴിഞ്ഞ 5 വർഷം മുതൽ ആരാ തീരുമാനിച്ചതാണ്? നമ്മൾ കേട്ട പല പേരും വന്നു. അല്ല അവര് അന്ന് അദ്ദേഹം പോലെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിട്ട് മന്ത്രിയായിരുന്നു. പാർട്ടി സെക്രട്ടറിമാർ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ഗോവിന്ദൻ മാസ്റ്റർ എന്തുകൊണ്ടും പറയട്ടെ, ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് കോൺഗ്രസ് നന്നാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. ഗോവിന്ദൻ മാസ്റ്റർ മാർക്സിസ്റ്റ് പാർട്ടിയും എന്തൊരു താല്പര്യം ഗോവിന്ദൻ മാസ്റ്റർ മാർക്സിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രി ആരാണെന്ന് അറിയാൻ ഒരു കാര്യം വ്യക്തമാണ്. ഞങ്ങളുടെ ഭാഗത്തുനിന്നായിരിക്കും മുഖ്യമന്ത്രി വ്യക്തമാണ്. ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങൾ തീരുമാനിച്ചാൽ ഗോവിന്ദൻ മാസ്റ്റർ തീരുമാനിക്കട്ടെ. സ്വാഭാവികമായിട്ടും ഇപ്പൊ May 4 ഫലം വന്ന ശേഷമാണ് അപ്പോൾ മാത്രമാണോ ചർച്ചകൾ തുടങ്ങേണ്ടത്? അല്ലെങ്കിൽ ആ രീതിയിൽ ഞാൻ ചോദിക്കട്ടെ, എന്താ പാർട്ടി പറഞ്ഞത്? എന്താ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ നിങ്ങൾക്കാരായാലും നിങ്ങൾ ആരെയാണ് മുൻനിർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് എന്ന് ചോദിച്ചപ്പോൾ AICCയുടെ നേതാക്കന്മാർ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ ഒരു കൂട്ടായ നേതൃത്വമാണ് ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിൽക്കുന്നത്. അതിനുശേഷം റിസൾട്ട് വന്നതിന് ശേഷം ആലോചിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. റിസൾട്ട് വരാൻ ഇനിയും 2 ആഴ്ചയുള്ളൂ. ഈ ആഴ്ച വരെ കാത്തിരിക്കട്ടെ, കാത്തിരുന്നതിന് ശേഷം നമുക്ക് ആലോചിക്കാം.